അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി ഒരു ശബ്ദം കേട്ടു. അന്ന് ആൾക്കാർ കമ്മിയാണ്, ഞാനും സെക്യൂരിറ്റിയും അങ്ങനെ നമ്പീശൻ അങ്ങനെ ചിലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങി സെക്യൂരിറ്റി വിളിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി നോക്കി, ഒന്നും കാണാനില്ല, ഇതൊരു ശബ്ദമാണ്. അപ്പോൾ ധാരയ്ക്ക് ഇങ്ങനെ കൊട്ടിയും കൂടിയൊക്കെ പിറ്റേ ദിവസം രാവിലെ ആ സമയത്ത് പിന്നെ വടകര ഉള്ളൊരു KSFEയിൽ ജോലി ചെയ്യുന്ന നാരായണൻ എന്ന് പറഞ്ഞ ആൾ വന്നു. അദ്ദേഹം കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ ധാര കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വലിയൊരു വിഷമമുണ്ട് മാരാർക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ താങ്കൾ വന്നപ്പോൾ, ഇവിടെ വലിയൊരു നാഴികമണി വയ്ക്കാൻ സമർപ്പിക്കാമെന്ന് വിചാരിക്കുമോ, എന്നാൽ നിങ്ങൾ എത്ര പഴക്കമുള്ള പ്രശ്നമായാലും തീർന്നോളൂ എന്ന് പറഞ്ഞു. നിമിത്തം കൊണ്ടും എനിക്ക് മനസ്സിൽ തോന്നിച്ചതും അതാണ്. അതാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ 2 ദിക്കിലും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ പോയിക്കൊള്ളൂ. അങ്ങനെ അദ്ദേഹം 2 ദിക്കിലും പ്രാർത്ഥിച്ച് കോഴിക്കോട്ട് വടകരയ്ക്ക് പിന്നെ പോവുക. കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഫോൺ വന്നു, നിങ്ങളുടെ കാര്യം നേരെയായിട്ടുണ്ട്, ഉടനെ വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് അതിലേറെ വലിയ സന്തോഷം, നേരാകെ പൊട്ടിത്തെറിച്ച് എത്രയോ പഴക്കമുള്ള കാര്യമാണ്, നേരെയാവേണ്ട കിടക്കുന്നതാണ്. അപ്പോൾ തന്നെ അദ്ദേഹം അങ്ങോട്ട് കയറി, ഞങ്ങൾ ഗുരുവായൂർക്ക് തന്നെ ഇനി വീട്ടിലേക്കൊക്കെ പിന്നെ പോകാൻ വിചാരിച്ച് ഇവിടെ വന്ന് തൊഴുതു, വൈകുന്നേരം തൊഴുതു, പിന്നെ സാധനം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വന്നതാണ് മണി. അത് മാരർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല. അന്ന് ഇവിടെ ഓഫീസറുണ്ട്, അച്യുതൻകുട്ടി സാറ്, അദ്ദേഹത്തിനോട് പറയാം, അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്, തൃശ്ശൂർ എവിടെ കടവരുമ്പലോ എവിടെ വെച്ചാൽ നല്ലത് നോക്കി വാങ്ങാൻ പരിചയമുണ്ട്, അദ്ദേഹത്തിനെയും കൂട്ടി പോയിട്ട് നിങ്ങൾ സാധനം വാങ്ങി കൊണ്ടുവരും, അതാ നല്ലത് പറഞ്ഞു. അങ്ങനെ സാധനം വാങ്ങി കൊണ്ടുവന്ന് ഇതിങ്ങനെ അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് വേണ്ടത് പരത്തണോരോ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ ഈ മണി തൂക്കാൻ കഴിയണില്ല, വലിയ മണിയല്ലേ. അതിങ്ങനെ ഓരോരുത്തരിങ്ങനെ മുറിമുറിപ്പ് പറയാൻ തുടങ്ങി, എന്താ വേണ്ടത്, ഓരോന്ന് വാങ്ങിയിട്ട് തൂക്കാനും പറ്റാണ്ട് അടിക്കാനും പറ്റാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, താഴ്പൂജ കഴിഞ്ഞപ്പോൾ 2 ദിക്കിലും, ഭഗവാൻ എനിക്ക് ഇതിപ്പോൾ ആരോഗ്യം കേട്ടോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇത് തൂക്കാൻ കഴിയുന്നില്ലല്ലോ. പറയുന്നവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, എന്ത് ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല, അമ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ, തൂക്കാൻ പറ്റില്ല, അതിനൊരു വഴി വേഗമാക്കി തരണം. അന്ന് താഴ്പൂജ കഴിഞ്ഞ രാത്രി 3:30 മണിക്ക് ഇതുപോലെ വിളിച്ചു, എൻ്റെ നടക്കിലും കൂടി ഒരു മണി വെക്കട്ടെ, വേഗം നേരെയാവുമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ രാവിലത്തെ പൂജ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു, വടകരയ്ക്ക് അദ്ദേഹത്തിനെ വിളിച്ചു, ഇങ്ങനെ ഒരു അബദ്ധയ്ക്ക് പറ്റിയിട്ടുണ്ട്, മഹാവിഷ്ണു 2 ദിക്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുവല്ലോ, മഹാവിഷ്ണുവിൻ്റെ അവിടെ ചെറിയൊരു മണി കൊണ്ടുവയ്ക്കുമോ, എന്നാലേ അത് ഞങ്ങൾക്ക് തൂക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അയ്യോ അതിനെന്താ വലിയ വിരോധമില്ല, ഞാൻ ഇപ്പം തന്നെ നിങ്ങൾ വരാമെന്ന് പറഞ്ഞു, സാധനം കൂടി വാങ്ങിയിട്ടാണ് വരാമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അങ്ങനെ വൈകുന്നേരം കൊണ്ടുവച്ചു, നടക്കിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് പോയി. അന്ന് രാത്രി ഞാൻ ഗുരുവായൂർ വിളക്കിന് എന്നും പോകാറുള്ളതാണ്, അന്ന് പോയി വിളക്ക് കഴിഞ്ഞ് ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ ചുറ്റുവിളക്കുണ്ട്, ആ ചുറ്റുവിളക്കിന് വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കാൻ. അപ്പോൾ മനസ്സിൽ മുഴുവൻ ഇത് തൂക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തണമല്ലോ എന്നുള്ളത്. അമ്പലത്തിലും സാമ്പത്തികമായിട്ട് അത്ര ഇതായില്ല ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതൊന്നേ. അങ്ങനെ ആശ്വരം മുരളി വന്നു അവിടെ ചുറ്റുവിളക്കിന് വേണ്ടിയിട്ട്. ആ ചുറ്റുവിളക്കിന് വേണ്ടി വന്ന് എന്താ മുരളി ചോദിച്ചു, അല്ല ചുറ്റുവിളക്ക് നമുക്ക് നോക്കാം, എനിക്കൊരു മുരളീനോട് ഒരു കാര്യം പറയാനുണ്ട്. മുരളി ഇപ്പോൾ പലരും ബന്ധപ്പെട്ടുള്ള പല ആൾക്കാരും പരിചയമുള്ള അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്, വലിയൊരു മണി അവിടെ വാങ്ങി അല്ല വഴിപാടായിട്ട് വന്നിട്ടുണ്ട്, അത് തൂക്കാനൊരു സംവിധാനം വേണം. അപ്പോൾ എത്ര വരും എസ്റ്റിമേറ്റ് എന്താ ചോദിച്ചു. അതിപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ട് വെച്ചത് 35,000 റുപ്യാണ്. ആ എസ്റ്റിമേറ്റ് 35,000 ശരി, 15,000 അതിൻ്റെ പകുതി ഞാനാണ് തരാം, പകുതിക്ക് ഒരാളെ കണ്ടുപിടിച്ചോളൂ പറഞ്ഞു. 17,000 അല്ലേ വേണ്ടു, അത് ഞാനാ തരാം, ഇപ്പോൾ വേണമെങ്കിൽ നാളേക്ക് വേണമെങ്കിൽ നാളെ തരാം. അതുകൊണ്ട് അതായിട്ട് മതി പറഞ്ഞു. ഞാൻ പകുതിക്കുള്ള ആളല്ലേ, അത് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ പൂജയും കഴിഞ്ഞ് അവിടെ പുറത്ത് കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ പാക്കത്ത് ശിവദാസൻ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്, തൊഴാൻ വേണ്ടി വരാം എല്ലാ ദിവസവും. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞാലോ എന്ന്. ശിവേട്ട ഒരു കാര്യം പറയാണ്ടായിരുന്നു, ബുദ്ധിമുട്ടില്ലെങ്കിലാണ്. എന്താ വെച്ചാൽ പറയൂ, ഇങ്ങനെ മണി ഇവിടെ എത്തിയിട്ടുണ്ട്, അത് തൂക്കാൻ വാർപ്പ് കാലുണ്ടാക്കാൻ 35,000 റുപ്യയാണ് പറയണത് എസ്റ്റിമേറ്റ്.
പകുതിക്ക് ആളായിട്ടുണ്ട്, പകുതിക്ക് ഒരാളെ ഉണ്ടാക്കി തരുമോ ചോദിച്ചു. പകുതി ഞാനാവാം. അപ്പോൾ എന്തായി, ഈ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഒരേപോലെ കണ്ട് തൊഴുതാലേ പ്രാർത്ഥിച്ചാലേ എന്ത് കാര്യം ഇവിടെ നടക്കുള്ളൂ. അദ്ദേഹത്തിന് മഹാദേവനുള്ളത് അതുപോലെ തന്നെ മഹാദേവനെയും പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ ആ കാര്യം വിജയിക്കും, എന്തായാലും സംശയമില്ല. അത് എന്നെ അനുഭവത്തിൽ കൂടെ അമ്മേൻ്റെ കാര്യത്തിലും ഇതിലുമൊക്കെ എന്നെ ബോധ്യപ്പെടുത്തി തന്നു. ഇത് ഞാൻ വരുന്ന എല്ലാ ഭക്തന്മാർക്കും മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ക്ഷേത്രത്തിൽ ഈ മണിൻ്റെ കാല് നിർമ്മാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നോക്കിയപ്പോൾ മീനമാസം 1-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ സമയമാണ്, 11 മണിക്ക്. അപ്പോൾ അങ്ങനെയാണ് സംശയം ചോദിക്കുക, നമ്പൂതിരിപ്പാടോട് ചോദിക്കുക, വിവരം പറയുക. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഉത്തമം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നാരായണ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന് ചെന്ന് കണ്ടു, വിവരം ഓഫീസറും ഇവരൊക്കെ പാടി, ഞാൻ പോയില്ല, ഇവരൊക്കെ പോയി കണ്ടു വിവരം പറഞ്ഞു. ഉദ്ഘാടനത്തിൽ അങ്ങ് വന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വന്ന് 11 അടിച്ചിട്ട് ഉദ്ഘാടനം നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറയണ്ടായി, വികസനത്തിൻ്റെ നാഴികമണി മുഴങ്ങി ഇവിടെ ഇട്ടോ എന്ന് പറഞ്ഞു. സന്തോഷം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിലും അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് മുറഹോമം തുടങ്ങി. 21 ദിവസത്തെ മുറഹോമം, സുഹൃതോമം, അതൊക്കെ ദേവസ്വം ഞാനൊക്കെ എല്ലാം പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ദേവസ്വമായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ മഹാരുദ്രം ജനുവരി ആയപ്പോഴേക്ക് എല്ലാ കൊല്ലം മഹാരുദ്രം തുടങ്ങി, അങ്ങനെ അതിരുദ്രം തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അമ്പലത്തിൻ്റെ വികസനങ്ങളും വന്നു തുടങ്ങി. ജനങ്ങളും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് അമ്പലത്തിലെ അഭിവൃദ്ധിയും ജീവനക്കാരും നല്ല അഭിവൃദ്ധിയിൽ വിട്ടുതുടങ്ങി. പക്ഷേ ശമ്പളം വർദ്ധിച്ചു. കോടതി വിധി പ്രകാരം ശമ്പളവും ഗവൺമെൻറ് സ്കെയിലുള്ള ശമ്പളവും അനുവദിച്ച് കിട്ടി. അങ്ങനെ ഇപ്പോൾ നാൾക്ക് നാൾ ഇങ്ങനെ അഭിവൃദ്ധിയായിട്ട് വരുന്ന ജനങ്ങളിൽ പകുതി ഭാഗം നല്ലൊരു ശതമാനം അമ്പലത്തിക്ക് വേണ്ടി പറഞ്ഞാൽ ആവശ്യമുള്ളത് പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യമായി. ഈ അടുത്ത കാലത്ത് തന്നെ വലിയ വഴിപാടുകൾ പറഞ്ഞാൽ ചെയ്യാൻ താല്പര്യത്തോടു കൂടി വരാൻ തുടങ്ങി. ഇതൊക്കെ വലിയ ഒരു ഭഗവാന്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഉയർച്ചയിലൊക്കെ എത്താൻ കഴിഞ്ഞതിലും ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് മഹാവിഷ്ണുവിന് ദിവസേന പാലാഭിഷേകം ഉണ്ട്. ആ പാലാഭിഷേകത്തിൻ്റെ പാത്രം കുറച്ച് ഞെളിങ്ങി പിഴിഞ്ഞ് ഓട്ട ചെയ്ത് കഴിഞ്ഞ് മേശാന്തിനോട് ചോദിച്ചപ്പോൾ ഓട്ട വരുന്നുണ്ടത് ഓട്ടയുണ്ട്. അപ്പോൾ എന്താ വേണ്ടത് വിചാരിച്ചാൽ നോക്കുമ്പോൾ ഒരു ഭക്ത രാജലക്ഷ്മി മേനോൻ കണ്ട് ദിവസേന തൊഴാൻ വരണം. അപ്പോൾ അവരെ കണ്ട് വളരെ ഭക്തിയോട് കൂടി കണ്ടപ്പോൾ അവരോട് പറയാൻ തോന്നി. പറ്റണതാണോ അല്ലേ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഉണ്ടാക്കാനോ കൊണ്ടുവരാനോ സമർപ്പിക്കാനോ കഴിഞ്ഞു. ഓരോരോ ചിന്തയാണ്. ഭഗവാന് എന്തെല്ലാം വേണം, അത് ഇവിടെ ഇല്ലാത്തതൊന്ന് നോക്കിയിട്ട് അതിന് പ്രത്യേക ഒരു താല്പര്യം തോന്നുക. അത് ഒന്നിനും ഇവിടെ കുറവ് വരരുത് എന്നുള്ള സമയത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വിശേഷ സമയത്ത് നമ്പൂതിരിപ്പാട് നിർദ്ദേശപ്രകാരം 400 ലിറ്റർ പാൽപ്പായസം എത്തിക്കണം. മഹാരുദ്രം അങ്ങനെ ഈ മർഗാമസ് അത് ആ സമയത്ത് വേണം. അവന് ഉരുളി വാടകയ്ക്ക് കൊണ്ടുവരും ചരക്ക്. ആ ചരക്ക് പ്രാവശ്യം കൊണ്ടുവരണമുണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ പാടുന്നുണ്ടപ്പോൾ വളരെ വിഷമം തോന്നി മനസ്സിൽ. ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീലങ്കയിൽ നിന്ന് അടുത്തുള്ള ഒരാൾ ഡോക്ടർ തൊഴാൻ വന്നു. ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഒരു 200 ലിറ്റർ കൊള്ളുന്ന ചരക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇതേപോലെ ഒരു ചെറുത് കാണിച്ചു കൊടുത്തു. ഇതേപോലത്തെ 2 കിട്ടിയാൽ തർക്കമില്ല, ശിവനും വിഷ്ണുവിനും പാൽപ്പിസ് നേദിക്കാണ്. അതിനെന്താ വിരോധം, ഏർപ്പാട് ചെയ്തോളൂ, പൈസയൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തോളാറ്. അങ്ങനെ
അതും കിട്ടി. അതങ്ങനെ അപ്പോൾ ഉച്ചക്ക് രാവിലത്തെ പൂജ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ ഇവിടെ വേണ്ടത് മിഴാവാണ് എന്ന് തോന്നി. വളരെയധികം വിശേഷപ്പെട്ടത് ഒരു സാധനമാണ് ഭഗവാന്റെ. അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നടത്തി വരുന്നൊരു വാദ്യോപകരണമാണ്. ചാക്യാർ കൂത്തൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് പതിവ്. അങ്ങനെ അപ്പോൾ അത് എന്താ സംഘടിപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. പൂജ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രശാന്ത് കൃഷ്ണട്ടങ്കളിയിലെ ശ്രീകുമാർ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടി തൊഴാൻ വന്നത്. അപ്പോൾ ഞാൻ പ്രശാന്തിനോട് ചോദിച്ചു, പ്രശാന്ത് ഇങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ നടക്കുമോ, എന്താ സ്ഥിതി, പറയാൻ പറ്റുമോ? അതിനെന്താ രാമേട്ടൻ പറഞ്ഞുള്ളൂ പറഞ്ഞു. ശരി. ഞാൻ തൊഴിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സാറൊരു കാര്യം എന്താ പറയുമോ പറഞ്ഞു. ഇവിടെ ക്ഷേത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് മിഴാവ്. ഇപ്പോൾ ശിവരാത്രിക്ക് 3 ദിവസം ചാക്യാർകൂത്ത് പതിവുണ്ട്. ആ ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ അത് പല സ്ഥലത്ത് എവിടുന്നോ ലോറിയിലോ വേനലൊക്കെ ഇട്ട് കൊണ്ടുവരാം, കൂടും ഇതൊക്കെ പാടെ കൂടി. അപ്പോൾ അത് നേരെയാക്കാൻ പറ്റിച്ചാൽ നന്നായിരുന്നു പറഞ്ഞു. അതാണ് ഇപ്പോൾ പ്രധാന ആവശ്യം. അതിനെന്താ വിരോധം, എന്താ വെച്ചാൽ ഏർപ്പാട് ചെയ്തോളൂ, ഞാൻ ചെയ്തോളാറ്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ബെൽബിക്സ് ഉണ്ണീനെ വിളിച്ച് നമ്പറും കോൺടാക്റ്റ് നമ്പറും ഒക്കെ കൊടുത്തു. മിഴാവും കൂടും ചാക്യാർക്ക് ഇരിക്കാനുള്ള പീഠവും എല്ലാം നേരെയാക്കി ഇവിടെ കൊണ്ടുവന്നു സമർപ്പിക്കാനും. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ പ്രശാന്തും കുട്ടിയൊക്കെ ഇവിടെ വന്നു. അത് സമർപ്പിച്ചു. സമർപ്പിച്ചപ്പോൾ ചാക്യാരുണ്ടായിരുന്നു. ചാക്യാർ പറഞ്ഞു, ഇതിനിങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചേർത്ത് ഉപനയനം ഇതൊക്കെ ചടങ്ങുകളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് വിധിപ്രകാരം ചെയ്താൽ അത് കൂടുതൽ ആവുള്ളൂ പറഞ്ഞു. അതിനെന്താ വിരോധം, ഞങ്ങൾ ചെയ്തോളാം, എൻ്റെ ചിലവ് എത്ര പറഞ്ഞാൽ മതി, ഞങ്ങൾ അറിയിച്ചാൽ വരും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്പൂരിപ്പാടൊക്കെ അയച്ച് മുഹൂർത്തം കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവരറിയിച്ചു. അവർ ഓക്കെ ആയിക്കോട്ടെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അതിനുള്ള ചിലവൊക്കെ സഹിച്ച് അവരെന്നെടുത്ത് എല്ലാം ഭംഗിയാക്കി നടത്തി. ഇത്രയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ തത്സമയം തോന്നണു. അത് പറയുന്നവരോട് വെറുതെ ആവണമില്ല. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലുള്ള സന്തോഷം, ഭഗവാന്റെ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രവർത്തിക്കാൻ ഒരു ഉത്സാഹം, ഉന്മേഷം തോന്നി. അതുപോലെ പ്രവർത്തിച്ചു കൊണ്ട് വരികയാണ്. ഇതിൽ വല്ല അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ഭക്തജനങ്ങളോട് അപേക്ഷിക്കണം.